ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ ചാനലാണ്. ദീപ്തി ടീച്ചറിൻ്റെ ചാനലിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരു 3 മണിക്കൂർ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് ദീപ്തി ടീച്ചറിനെ എല്ലാവർക്കും അറിയാം, ഒരു സാമൂഹിക പ്രവർത്തകയാണ്. ഇപ്പം ട്രൈബൽസിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഹെൽപ്പും ഒക്കെ ചെയ്യുന്നതാണ്. പലരും കണ്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവായി അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു സാമൂഹിക പ്രവർത്തക തന്നെയാണ്. അപ്പം ദീപ്തി ടീച്ചർ തൻ്റെ വീഡിയോയിൽ ചില കാര്യങ്ങളൊക്കെ ഇപ്പം ദീപ്തി ടീച്ചറിൻ്റെ തന്നെ വീഡിയോയുടെ ഭാഗമായ ഒരു പെൺകുട്ടിക്ക് ഇതേ കണക്ക് പീഡനം ഉണ്ടായി എന്നുള്ള രീതിയിൽ, അതായത് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി, അതിന് റിലേഷൻഷിപ്പ് കാരണമോ അല്ലാതെയോ പീഡനം ഉണ്ടായി എന്നുള്ള രീതിയിലൊരു ഇത് കണ്ടിരുന്നു. നമുക്ക് ആദ്യം അത് ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെ പറ്റി അഭിപ്രായം പറയാം. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ, അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയാണ്. അവള് അമ്മയാകാൻ പോകുന്നു എന്ന ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ആളേ ഉള്ളൂ. അത്രയ്ക്ക് സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ദയവ് ചെയ്ത് ആ പേര് വന്ന് ഇന്നയാളാണോ എന്നുള്ള കാര്യം കമന്റിൽ വന്ന് ചോദിക്കരുത്. ഒരു പക്ഷേ ഞാൻ കമന്റ് ഓഫ് ചെയ്ത് നോക്കും. ഇല്ലേ, കണ്ടന്റ് ഇതായതുകൊണ്ട് യൂട്യൂബായിട്ട് കമന്റ് ഓഫ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നു. ഒരു തവണ വിളിച്ച് വാൺ ചെയ്തതാണ്, പലതവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പഠിക്കാൻ പോകണം, കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതാണ്. പക്ഷേ ഇത് അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലേ, അറിയേണ്ടവർ ഇനി അറിയാഞ്ഞിട്ടാണോ, അവരെ അറിയിക്കാഞ്ഞിട്ടാണോ, അതോ അവർക്ക് അറിയണമെന്ന് വെച്ചിട്ടാണോ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇന്ന് പോയിട്ട് കാര്യമായിട്ടൊന്നും കൂടെ ഒന്ന് ഇടപെട്ട് നോക്കും. ഒന്നുകിൽ പിന്നെ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കുറേ ആൺപിള്ളേർ സെറ്റ് അവിടെ വന്നിട്ടുണ്ട്, ചെക്കന്മാർ. ചെക്കന്മാരൊക്കെ പിന്നെ ഇതിലിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പക്ഷേ നമുക്കറിയാം ഇവരെയൊക്കെ ചൂഷണം ചെയ്യുന്നവർ ഒരുപാട് വളരെ കൂടുതലാണ്. അപ്പം വല്ലാതെ ഈ പറയുമാതിരി ടീച്ചറും വലിയൊരു ഡിപ്രഷനിലാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു ചാനലാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയിൽ കാണുന്ന ഒരു ചാനലാണ് ഈ ദീപ്തി ടീച്ചറിൻ്റെ ചാനൽ. ഒരുപാട് ഈ പറയുമാതിരി കാർഷികപരമായിട്ടും അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ പറയുമാതിരി മൃഗസംരക്ഷണവും, ഒരു കുറച്ച് പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ടീച്ചർ അങ്ങനെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ ഈ ഒരു മേഖലയിൽ, ഈ ട്രൈബൽസിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഈ എന്താ പറയുക ആദിവാസികളുടെ ഇടയിൽ കണ്ടമാനം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ, അല്ലെങ്കിലും ഇതിനകത്ത് തന്നെ ഉള്ള ചൂഷണങ്ങളും ഉണ്ട്. ഈ പെൺകുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങളൊക്കെ ഉണ്ട്. സമൂഹത്തിൽ ഇപ്പോൾ പൊതുവേ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു എന്താ പറയുന്നത് സബ്ജക്റ്റുമായിട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഇവരെ പറ്റിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതിനെ പറ്റിയും കൂടെ ദീപ്തി ടീച്ചർ പറയുന്നത് നമുക്കൊന്ന് കണ്ടുപോകാം, അതും കൂടെ കാണാം. കൊച്ചു പറ്റില്ല പറഞ്ഞു കഴിഞ്ഞു, അത്രേ ഉള്ളൂ എനിക്ക് അവിടെയുള്ള അധികാരം. പക്ഷേ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അവിടെയുണ്ട്. അങ്ങനെയുള്ള ആരുടെയെങ്കിലും കയ്യിൽ വീഡിയോ എത്തുമായിരിക്കും, അല്ലെങ്കിൽ അവർ വീഡിയോ കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയെങ്കിലും ഒരു വേണ്ട നടപടികൾ എടുക്കും എന്ന് ഞാൻ കരുതുന്നു. കൊച്ചു കുഞ്ഞാത്, എനിക്ക് ഉറപ്പാണ് അതിന് 18 വയസ്സായിട്ടില്ല എന്നുള്ളത്. കാരണം അതിന് സ്കൂൾ ബാഗും ബുക്കും ഒക്കെ സ്കൂളിൽ പോയാലും ഇല്ലെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ട് കൊടുത്തോണ്ടിരുന്ന ആൾക്കറിയാലോ എവിടെയാണെന്നുള്ളത്, ഏത് പ്രായമാണെന്നുള്ളത്. ഒന്നത്, 2 എനിക്കറിയാവുന്ന അതുമായി റിലേഷൻ ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിക്കാൻ എളുപ്പമാണ്, പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവരെ പറ്റിക്കാൻ എളുപ്പം. അപ്പോൾ മാത്രമല്ല കുറച്ച് നാളായിട്ട് അവിടെ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട്. കാട് കളയിലോ അല്ലെങ്കിൽ ലൈൻ കമ്പിയുടെ താഴേക്ക് ഇങ്ങനെ മരങ്ങൾ വളർന്നു നിൽക്കുന്ന അതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റുന്ന, അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംബന്ധം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല. എനിക്കതിനെ പറ്റിയ ആൾക്കാരോട് പറയാൻ പറ്റും. പക്ഷേ എനിക്ക് ചാടിക്കറി പോയിട്ടൊരു പരാതിയായിട്ട് വല്ലതും കൊടുത്താൽ ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ഉത്തരവില്ല. ഞാൻ അവരുടെ ആരാ, ഞാൻ എന്തിനാണ്, എൻ്റെ എന്ത് തെളിവാണുള്ളത്, ഇതൊക്കെ ഉള്ള പിന്നീട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്കൊരു അതെ, ഇത് തന്നെയാണ് ഇതിലെ ഗൗരവമായിട്ടൊരു വിഷയം എന്ന് പറയുന്നത്. കാര്യം ഈ മരം വെട്ടിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരും, അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ ടെൻഡർ എടുത്തിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ഈ ട്രൈബൽസിൻ്റെ ഏരിയയിലേക്ക് ഇപ്പം പോകുന്നുണ്ട്. അവർ ഈ പറയുന്ന കുട്ടികളെ ചൂഷണം ചെയ്യാൻ വളരെ ഏറെ എളുപ്പമാണ്. ഇതൊക്കെ മറച്ചു വെക്കും, കുറച്ച് പൈസയ്ക്കും മറ്റുമൊക്കെ വേണ്ടി. ഇവർക്ക് വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അതിങ്ങനെ മറച്ചു വെക്കും. ഈ ചൂഷണങ്ങൾ കൂടാൻ വളരെ ഇതാണ്. പക്ഷേ ഇവർ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കത്തില്ല. ചിലപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ഈ പറയുന്ന റിലേഷൻ വെച്ചിട്ടുള്ള ഇത് തന്നെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും ഇവരും ഈ പ്രാകൃത ലോകത്ത് നിന്ന് ഈ പറയുന്ന ഒരു എന്താ പറയുന്നത് ഒരു വിശാലമായ ഒരു ലോകത്തേക്കും നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നിയമസംഹിതകൾക്ക് ഉള്ളിൽ നിന്ന് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു ഇതും കൂടെ ഉണ്ടാവണം.
അപ്പം ഈ ഒരു കാര്യത്തിൽ ദീപ്തി ടീച്ചർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദീപ്തി ടീച്ചറിൻ്റെ ഒപ്പം വേണം. പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ എന്താ പറയുന്നത് സപ്പോർട്ടും ദീപ്തി ടീച്ചറിന് വേണം. കാര്യം ഒരുപക്ഷെ അറിയില്ല ഇനിയിപ്പം ഈ പറയുമാതിരി ഈ ആദിവാസി മേഖലയിലൊക്കെ ദീപ്തി ടീച്ചറിന് ഇനി കയറാനോ അല്ലെങ്കിൽ അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുമോ ഇല്ലയോ എന്നുമില്ല അറിയത്തില്ല. കാര്യം ഈ ഒരു സബ്ജക്റ്റ് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കും, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുമാതിരി ട്രൈബ്യൂണൽസിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളവരായിരിക്കാം. അങ്ങനെ ആണെങ്കിൽ ദീപ്തി ടീച്ചറിനെ ഇനി തുടർന്ന് ഈ പറയുമാതിരി സന്നദ്ധ പ്രവർത്തനങ്ങൾ എന്നൊക്കെ തടയാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ പറയുമാതിരി ദീപ്തി ടീച്ചറിൻ്റെ കമൻറ്റ് ബോക്സിൽ ധാരാളം ടീച്ചർ ഇടപെടേണ്ട, ടീച്ചർ ഒരുപാട് വിഷയങ്ങളിലൊന്നും പോകണ്ട, ടീച്ചർ ഹാപ്പി ആയിട്ട് പോകാനാണ് പറയുന്നത്. പക്ഷേ ടീച്ചർ അങ്ങനെ ഒരു ആളല്ല. ടീച്ചർ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.